guys, welcome back to our channel. The channel is Three Musketeers. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അനിയത്തിനെയാണ്. Come on my sister. Come on. വാ. ഇതാണ് എൻ്റെ അനിയത്തി. ഇവിടെ വന്നേ. ഇതാണ് എൻ്റെ അനിയത്തി. അപ്പം ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ചെയ്യും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഗെയിംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുക. കുറച്ച് ഗെയിംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുക. അപ്പോൾ ഇൻഡോറും ഉണ്ട് ഔട്ട്ഡോറും ഉണ്ട്. എല്ലാം 5 വീതം. ടോട്ടല് 10 ഗെയിംസ് ആണുള്ളത്, ഇൻഡോറും ഔട്ട്ഡോറും. ആദ്യം ഇൻഡോറിൻ്റെ തന്നെ പറയാം. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെരുപ്പ് മേടിക്കാൻ പോവുകയാണ്. ഓക്കെ, അത്ര മതി കുഴിപ്പേ. ഓക്കെ, അപ്പം ഇൻഡോർ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തത് ചെസ്സ്. ചെസ് എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം കളിക്കേണ്ട ഗെയിമാണ്. എങ്ങാനും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പണിപ്പാളി മോനെ, അത്ര പറയാനുള്ളൂ. എങ്ങാനും ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പണിപ്പാളി മോനെ. അപ്പം അതാണ് ഫസ്റ്റ് ഗെയിം. സെക്കൻഡ് ഗെയിം ക്യാരംസ്. ക്യാരംസ് എന്ന് വെച്ചാൽ എയിം നോക്കിയിട്ടുള്ളൊരു ഗെയിമാണ്. നിങ്ങളുടെ എയിം എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു ഉള്ള ഗെയിമാണ്. അപ്പോൾ അതും നമുക്ക് ഇൻഡോറിൽ കളിക്കാം. പിന്നെ മൂന്നാമത്തത് ഒരു ടേബിൾ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ബോൾ ഇങ്ങനെ അടിച്ചിടുന്ന സാധനമില്ലേ, അതും ക്യാരംസിൻ്റെ പോലത്തെ എയിം ഉള്ള സാധനമാണ്, എയിമുള്ള ഗെയിമാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബോർഡ് മേടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാട്ടോ ഇൻഡോറിൽ. പിന്നെ ഉള്ളത് എന്തായിരുന്നു, അയ്യോ ഒരു കാര്യം വിടാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ ഒരു മിസ്റ്റേക്ക് പറ്റി. 5 ഗെയിംസ് അല്ല, 3 ഗെയിംസാണ്. 3 ഇൻഡോർ ഗെയിംസും 3 ഔട്ട്ഡോർ ഗെയിംസാണ് പറയാൻ പോണത്. ആദ്യത്തത് ചെസ്സ്, പിന്നെ ക്യാരംസ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ തട്ടിയിടുന്നത്, അത് മെയിൻ ഗെയിമാണ്. ഇൻഡോറിൽ കളിക്കാം. ഇപ്പോൾ 3 എണ്ണമായി. ഇനി ഔട്ട്ഡോർ ഗെയിംസാണ് കളിക്കാൻ പോകുന്നത്. ഔട്ട്ഡോർ ഗെയിംസ് കുറേ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് കുറേ പറയാം. ഒന്നാമത്തേത് ക്രിക്കറ്റ് നിങ്ങളുടെ പോയിന്റ്, അതായത് ഇപ്പം നമ്മൾ ആർച്ചറി ചെയ്യാന്ന് വിചാരിച്ചാൽ അതൊരു കോമ്പറ്റീഷനാണ്. ഇപ്പം നമ്മൾ ആർച്ചറി കോമ്പറ്റീഷന് വന്നിട്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ആ ഉന്നത്തിൽ തന്നെ കൊള്ളണമെങ്കിൽ ആ ഉന്നത്തിൽ നോക്കി കൊളിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും കേട്ടോ, ചിലപ്പോൾ ശരിയാവില്ല. എല്ലാം തമ്പുരാൻ്റെ പ്രാർത്ഥന. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള ഗെയിമാണ് ക്രിക്കറ്റ്. ഇനി ഫുട്ബോളിന് പ്രത്യേകിച്ച് മീനിങ്ങൊന്നുമില്ല. പിന്നെ തട്ടി ഗോൾ പോസ്റ്റിൽ വീണ്. ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചത്. ആരാ? ഇതാണ് കേട്ടോ എൻ്റെ അമ്മ, രൂപം മാറിയിട്ട് വന്നേക്കണം. നോറേനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് 3 ഇൻഡോർ ഗെയിംസും 3 ഔട്ട്ഡോർ ഗെയിംസും പറയാണ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ. സെക്കൻഡ് വൺ
ഔട്ട്ഡോർ ഗെയിംസ് അല്ലേ പറഞ്ഞത്. സെക്കൻഡ് വൺ ഫുട്ബോൾ, തേർഡ് വൺ ഞാൻ പറഞ്ഞില്ല. ഇതും കൂടെ തരുന്ന പിന്നെ വേറെ എന്തെങ്കിലും. ഓക്കെ, തേർഡ് വന്ന എന്താന്ന് വെച്ചാൽ നോക്കാൻ വേണ്ടിട്ടോ. തേർഡ് വന്ന എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും കളിക്കാം. വോളിബോൾ. വോളിബോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാലുകൊണ്ടല്ല. ഫുട്ബോൾ നമ്മൾ കാലുകൊണ്ടാണല്ലോ തട്ടണത്, ഇത് കൈ കൊണ്ടാണ് തട്ടണത്. ഇങ്ങനെ തട്ടി 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 തട്ടി. ശരിക്കും വോളിബോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എങ്ങനെയൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞതാണ്. അപ്പം നമ്മൾ ഇനി അമ്മ ലിസ്റ്റ് ചെയ്തണം നോക്കാം. അപ്പം കുറച്ച് നേരത്തേക്ക് ക്യാമറ അമ്മ സ്കെയിലില്ലല്ലോ, സ്കെയിൽ ഒന്നല്ലേ ഉള്ളു. ഞാൻ എഴുതാം കേട്ടോ, അമ്മ പറ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനാണ് കേട്ടോ എഴുതുന്നത്. സ്കെയിൽ ഒരാക്കില്ലേ സ്കെയില്? അപ്പൊ ഇനി ഒരെണ്ണം കൂടെ വാങ്ങിച്ചാ പോരെ? നോറയ്ക്ക് സെയിം തന്നെ വാങ്ങിച്ചു. കിട്ടുന്നത് നോക്കാം. അപ്പൊ സ്കെയിൽ എത്ര? 1. അയ്യോ എടി സെൽഫി. പിന്നെ ഹലോ ഗൈസ്, ഹലോ. പിന്നെന്നാ ഒരു ബോക്സ് ഇല്ലേ, ഒരു ബോക്സ് നിറയ്ക്ക് ക്രയോൺസ് ഇടാനുള്ള ബോക്സ് ഉണ്ട്. ഇപ്പൊ ഇന്ന് കിട്ടിയില്ല. അപ്പൊ ഈസയ്ക്ക് അത് വേണ്ട. ഇനി ഒരു പൗച്ച് എഴുതി, ഒരു പൗച്ച് 1 പൗച്ച്. 1 പൗച്ച്. പിന്നെ വേദപാഠത്തിന് എങ്ങനെയാ? ഇത് വേണോ, ബോക്സ് വേണോ? 2 വന്നാ 2 പൗച്ച് എഴുതിക്കോ. 2 പൗച്ച്. അതെന്തിനു? ഒരെണ്ണം ആർക്ക്? ഒരെണ്ണം എനിക്ക്, ഒരെണ്ണം നോറയ്ക്ക്, ഒരെണ്ണം ഇസയ്ക്ക്. ആ ബോക്സ് ഉണ്ടല്ലോ, ന്യൂ ബോക്സ് കിട്ടിയില്ല. ക്രയോൺസ് ഇടാൻ ഇസയ്ക്ക് കൊടുക്കാമോ? എനിക്ക് വേണ്ടേ? എന്നാ 2 പൗച്ച്. 2 പൗച്ച് മാത്രം മതി, ബോക്സ് വേണ്ടല്ലോ. ഇനി സ്കെയില് 1. ഷൂ നോറയ്ക്ക് ഒരെണ്ണം, ഷൂ 1. പിന്നെ സോക്സ് കിട്ടിയിട്ടുണ്ട് മോന്. പിന്നെ ഒരു നമ്മള് ചെയ്യാൻ പോണത് അപ്പൂ പൂവാണ്. ത്രെഡ് ആൻഡ് നീഡിൽ. ഇടാറായിട്ടുണ്ട് തയ്ക്കാൻ. ഒരു നീഡിൽ, ത്രെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നീഡില് ബ്ലാക്ക് ആൻഡ് വൈറ്റിന് B/W എഴുതിയാൽ മതി. അല്ല, ഇതാണ് ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീട് കാണാൻ പറ്റണ്ടോ? ഇതാണ് എന്റെ അമ്മ. ത്രെഡ് 2 ഇതാണ് എന്റെ അമ്മ. ഇതാണ് എന്റെ ചേച്ചി. ഹലോ ഹായ്. ഇങ്ങനെയാണോ? ത്രെഡ് 2 എഴുതിയാ? ത്രെഡ് കറക്റ്റാ. ത്രെഡ് 2 എഴുത. ത്രെഡ് 2. നീഡിൽ 1. അയ്യോ എഴുതിയാ? നീഡില് NEEDL. അത് സാരില്ല, മനസ്സിലായി. അല്ല, സ്പെല്ലിങ് തെറ്റാ, പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി. നീഡിൽ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആണ്. എന്റെ വീട്ടില് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക് പറയാം. അവരൊക്കെ ബ്ലാക്ക്. പിന്നെ ഹെയർ ബുഷ് ബ്ലാക്ക്. മുടിയെത്താൻ ഹെയർ ബാൻഡ് ഞാൻ ഉദ്ദേശിച്ചത്. ഹെയർ ബാൻഡ്. ഹെയർ ബുഷ് എഴുതിയാ? ഇസയ്ക്ക് വാട്ടർ ബോട്ടിൽ വേറെ വാങ്ങണോ? എന്നാ ഒരു വാട്ടർ ബോട്ടിൽ
ഹെയർ ബുഷ്, വാട്ടർ ബോട്ടിൽ 1. വാട്ടർ, എനിക്ക് വാട്ടർ ബോട്ടിൽ ഉണ്ട്. പുതിയതുണ്ട്. ബോട്ടിൽ 1. അയ്യോ വെയിറ്റ്, വാട്ടർ ബോട്ടിൽ 1 എഴുതണം. വാട്ടർ ബോട്ടിൽ മതി. ടിഫിനാണ്. പിന്നെ ക്ലോത്ത് ക്ലിപ്പ് എന്നൊന്നില്ലേ, ക്ലോത്ത് ക്ലിപ്പ്, തുണി ഇടുന്ന ക്ലിപ്പ്. ആ അത് ഒരു സെറ്റ് വാങ്ങിച്ചു, പക്ഷെ അത് പോരാ, തുണിയൊക്കെ പറന്നു പോകും. ക്ലോത്ത് ക്ലിപ്പ്. ഹലോ ഗൈസ്, എൻ്റെ ഇത് നിക്കൂലട്ടെ ഈ ക്യാമറ, അതുകൊണ്ട്. അതെന്താ നിക്കാത്തേന്നറിയോ? മൈക്ക് വേണ്ടേ? അത് അമ്മ ഈ അനിയത്തി വീഡിയോ ഓഫ് ചെയ്യൂട്ടോ. അമ്മ വീഡിയോ ഓഫ് ചെയ്തോ, വീഡിയോ ഓഫ് ചെയ്തോ. ഓക്കെ ഗൈസ്, നമ്മള് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.